നമസ്കാരം. എല്ലാവർക്കും ട്യൂഷൻ അക്കാദമി സ്റ്റൈൽ എന്ന PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയിൽ നിയമത്തെക്കുറിച്ചിട്ടാണ്. സ്ഥിരമായ ഊഷ്മാവിൽ നിശ്ചിത പിണ്ഡമുള്ള ഒരു വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് പോയിൽ നിയമം. സ്ഥിരമായ ഊഷ്മാവിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? താപനില മാറാതെ ഇരിക്കുമ്പോഴാണ്. ഇവിടെ ഏതൊക്കെ തമ്മിലാണ് ബന്ധമുള്ളത്? മർദ്ദവും വ്യാപ്തവും തമ്മിലാണ് കേട്ടോ ബന്ധമുള്ളത്. വ്യാപ്തം അല്ലേ? മർദ്ദവും വ്യാപ്തവും തമ്മിലാണ് ബന്ധമുള്ളത്. മർദ്ദം കൂടുമ്പോൾ എന്താ ചെയ്യടാ? വ്യാപ്തം കുറയും. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. ഇതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഈ ഒരു ബോയിൽ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. ഇതിൽ അനുപാതം എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഇപ്പം കണ്ടില്ലേ, ഈ ഇക്വേഷൻ നോക്കൂ. മർദ്ദം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ വ്യാപ്തം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? വിപരീത അനുപാതത്തിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വിപരീത അനുപാതത്തിലാണ് കേട്ടോ. എന്താണ്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. നമുക്ക് ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കുറഞ്ഞ മർദ്ദം കൂടിയ വ്യാപ്തം, കൂടിയ മർദ്ദം കുറഞ്ഞ വ്യാപ്തം. ഈ ഗ്രാഫ് എന്താണ്? സ്ഥിരമായ ഊഷ്മാവിലെ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. ഇതാണ് ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. സിറിഞ്ച് പരീക്ഷണം. സിറിഞ്ച്, ആദ്യത്തെ ഉദാഹരണം എന്താണ്? സിറിഞ്ചാണ് കേട്ടോ. സിറിഞ്ച്. ഒരു ഇഞ്ചക്ഷൻ സിറിഞ്ച് എടുക്കുക. സൂചിയില്ലാത്ത സിറിഞ്ച് എടുത്തിട്ട് അതിൻ്റെ പിസ്റ്റൺ എന്ത് ചെയ്യാം? പകുതി വരെ വലിച്ച ശേഷം മുൻഭാഗം വിരൽ കൊണ്ട് അമർത്തി പിടിക്കുക. അപ്പം എന്താ സംഭവിക്കുക? അമർത്തി പിടിച്ചിട്ട് പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്താൻ ശ്രമിക്കുക. അപ്പം എന്താ സംഭവിക്കുക? ഉള്ളിലെ വായു എന്താ ചെയ്യുക? കുറഞ്ഞ സ്ഥലത്തേക്ക് ചുരുങ്ങുന്നതായിട്ട് കാണാം. അവിടെ എന്താ സംഭവിക്കുന്നത്? മർദ്ദം കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്? വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തുമ്പോൾ ഉള്ളിലെ വായു കുറഞ്ഞ സ്ഥലത്തേക്ക് ചുരുങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബലൂണിൻ്റെ ഉദാഹരണം കൂടെ ഈ ഒരു ബോയിൽ നിയമത്തിന് ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. കുറച്ച് വായു നിറച്ചൊരു ബലൂൺ കൈകൾക്കിടയിൽ വെച്ച് എന്താ ചെയ്യുക? അമർത്തി നോക്കുക. നമ്മൾ അമർത്തുമ്പോൾ ബലൂണിൻ്റെ വലുപ്പം എന്താ ചെയ്യുക? കുറയുന്നതായി കാണാം അല്ലേ? ബലൂണ് കയ്യിൽ വെച്ച് അമർത്തുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നത് പോലെ നമുക്ക് കാണാം. പെട്ടെന്ന് അമർത്തിയാൽ ഉള്ളിലെ മർദ്ദം കൂടി ബലൂൺ എന്താ ചെയ്യുക? പൊട്ടിപ്പോകും അല്ലേ? നല്ല പെട്ടെന്നാണ് ബലൂൺ അമർത്തുന്നതെങ്കിൽ ഉള്ളിലെ മർദ്ദം കൂടിയിട്ട് എന്താ ചെയ്യുക? ബലൂണ് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ സിറിഞ്ചും ബലൂണും ഈ ബോയിൽ നിയമത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ഉദാഹരണം എന്താണ്? സൈക്കിൾ പമ്പാണ് കേട്ടോ. ടയറിൽ കാറ്റടിക്കുമ്പോൾ പമ്പ് താഴേക്ക് അമർത്തുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവിടെ വായുവിനെ ഒരു ചെറിയ സ്ഥലത്തേക്ക് നമ്മൾ ബലമായിട്ട് അമർത്തുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? വായുവിനെ അവിടെ എന്താ ചെയ്യുന്നത്? ഒരു ചെറിയ സ്ഥലത്തേക്ക് നമ്മൾ ബലമായി അമർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ബോയിൽസ് നിയമം എന്താ വർക്കാവുന്നുണ്ട്. അതായത് നമ്മൾ മർദ്ദം കൂടുമ്പോൾ അവിടെ വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു പാക്കറ്റ് നമ്മളെ നിത്യജീവിതവുമായിട്ട് എന്നും ഉള്ള കാര്യമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമ്മളൊരു പാക്കറ്റ് ചിപ്സോ അങ്ങനെ എന്തെങ്കിലും പലഹാരമൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ആ ചിപ്സിൻ്റെ കവറിനുള്ളിൽ വായു നിറഞ്ഞിരിക്കുന്നത് കാണാം അല്ലേ? അത് അമർത്തിയാൽ എന്താ സംഭവിക്കാറില്ലേ? അത് അമർത്തുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കൂടുമ്പോൾ അതിനുള്ളിലെ വ്യാപ്തം എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സമവാക്യം നോക്കാം. സമവാക്യം എന്താണ്? P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ 1/V ഇങ്ങനെയാണ് തരട്ടത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, അതായത് വിപരീത അനുപാതമാണെന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് ബോയിൽ നിയമം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപോലെ പ്രധാനമാണ്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ബോയിൽ നിയമം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ
നന്നായിട്ട് മനസ്സിലായിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.